ഹായ് വെൽക്കം ടു ഓൾ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് HCF എങ്ങനെ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡ് പ്രോബ്ലത്തിൽ LCM ആണോ HCF ആണോ എന്ന് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് HCF ആണോ LCM ആണോ വരുന്നതെന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് തന്നുള്ളത്? ഡിവിഷൻ മെത്തേഡ് ബ്രാക്കറ്റിൽ HCF എന്ന് പറഞ്ഞിട്ടുണ്ട്. HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് HCF. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റായിട്ട് നമുക്ക് നോക്കാം. ഡിവൈഡ് ലാർജർ ബൈ സ്മോളർ. അതായത് ഇപ്പോൾ രണ്ട് നമ്പറുകൾ തരും. ആ രണ്ട് നമ്പറുകൾ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാർജർ ആയിട്ടുള്ള നമ്പർ സ്മോളർ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. പിന്നെന്താണ്? കണ്ടിന്യൂ ടിൽ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകണം. എപ്പോൾ വരെ? റിമൈൻഡർ 0 ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകണം. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് ഡിവൈസർ ഈസ് ഈക്വൽ ടു HCF. ലാസ്റ്റ് നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടോ ഡിവൈഡ് ചെയ്യുമല്ലോ, ആ നമ്പർ ആയിരിക്കും നമുക്ക് HCF ആയിട്ട് കിട്ടുക. പിന്നെ ഈ പ്രോസസ്സ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ മെത്തേഡ് രണ്ട് വലിയ നമ്പറുകൾ വരുമ്പോൾ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ഫാക്ടർ എഴുതിയിട്ട് അതിൻ്റെ HCF കണ്ടുപിടിക്കുന്നതായിരിക്കും ഈസി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി HCF ഓഫ് 30 ആൻഡ് 18. നമ്മൾ സിമ്പിളായിട്ടുള്ള രണ്ട് നമ്പറുകൾ എടുത്തു, 30ഉം 18ഉം. അതിൻ്റെ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 30നെ 18നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം എത്ര വട്ടം പോവും? ഒരു വട്ടം പോവും. 18 ഇവിടെ വന്നു. പിന്നെ അടുത്തത് 30 മൈനസ് 18 എന്ന് പറയുമ്പോൾ 12. അടുത്തത് എന്ത് ചെയ്യണം? നമ്മൾ ഈ 18നെ 12നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം എത്ര കിട്ടും? 1 കിട്ടും. 12 ഇവിടെ വരും. 18ൽ നിന്ന് 12 പോയിട്ടുണ്ടെങ്കിൽ 6 വന്നു. അടുത്തത് എന്ത് ചെയ്യണം? 12നെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12 ഇവിടെ എഴുതി. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോവും? 2 വട്ടം പോവും. 12 കിട്ടി. 0 വന്നു. അപ്പോൾ ലാസ്റ്റ് ഡിവൈസർ എന്ന് പറയുമ്പോൾ ആരാണ്? 6 അല്ലേ വരുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് 6നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ HCF എത്രയാണ് വരിക? HCF ഇവിടെ 6 വരിക. HCF നമുക്ക് 6 കിട്ടി, 30ൻ്റെയും 18ൻ്റെയും. അപ്പോൾ നമ്മൾ ഡിവിഷൻ മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? രണ്ട് വലിയ നമ്പറുകൾ തരുമ്പോഴാണ് നമ്മൾ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മൾ വലിയ നമ്പറിനെ ചെറിയ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കരുതണം? ആ ചെറിയ നമ്പർ ആയിരിക്കും HCF ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? വേർഡ് പ്രോബ്ലംസ് LCM. അതായത് LCMൻ്റെ വേർഡ് പ്രോബ്ലം എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 2 bells ring at 3 and 4 minutes. 2 ബെല്ലുകൾ 3 മിനിറ്റിനും 4 മിനിറ്റിനും ഇടയിൽ എന്ത് ചെയ്യും? ബെല്ലടിക്കും. പിന്നെന്താണ് പറഞ്ഞുള്ളത്? വെൻ വിൽ ദേ റിങ് ടുഗദർ. എപ്പോഴാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് റിങ് ചെയ്യുക? അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. LCM ഓഫ് 3 and 4 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ 12 മിനിറ്റ് ആകുമ്പോഴാണ് ഈ രണ്ട് ബെല്ലും ഒരുമിച്ച് ബെല്ലടിക്കുക എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യൂസ് LCM വെൻ ഇവൻറ്റ്സ് ഹാപ്പൻ റിപ്പീറ്റഡ്ലി. അതായത് സമയത്തിൻ്റെ കേസിൽ ഇതേപോലെ പ്രോബ്ലം വരില്ലേ? അതായത് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കല്ലേ, റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ വരുന്ന പ്രോബ്ലംസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കണം? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കേണ്ട പോയിന്റ്. LCM എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവൻറ്റ്സ് ഹാപ്പൻ റിപ്പീറ്റഡ്ലി ഒരു ഇവന്റ് ഹാപ്പൻ ആകുന്ന പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ LCM അവിടെ കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ 12 തന്നെയാണോ LCM വരുന്നതെന്ന്. എങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുക? ആദ്യം ആ നമ്പർ എഴുതുക. നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഇവിടെ 3നെ ചെയ്യാനൊന്നുമില്ല, 3 × 1 നമുക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെന്താണ്, 4 വരുന്നത് അടുത്തത്. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ 2 × 2 × 1 എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ഓക്കെ. അപ്പോൾ നമ്മൾ LCM എങ്ങനെ കണ്ടുപിടിക്കും? LCM എന്ന് പറയുമ്പോൾ യുണീക്ക് ആയിട്ടുള്ളതും കോമൺ ആയിട്ടുള്ളതും മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഫാക്ടർ. അപ്പോൾ ഇവിടെ യുണീക്കായിട്ട് വരുന്ന ആരാണ്? 3 വരുന്നുണ്ട്. പിന്നെ ഇവിടെ യുണീക്കായിട്ട് വരുന്നത് ആരാണ്? 2 × 2 4 വരുന്നുണ്ട്. 3 4 12. അപ്പോൾ 12 മിനിറ്റാണ് ഇവിടെ ആൻസർ. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. LCM നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക എന്ന്. പക്ഷെ നമുക്കൊന്ന് ആ ട്രാക്കിലേക്ക് നമ്മൾ കയറണമല്ലോ, അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഇത് എഴുതി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ LCM ഇവിടെ വരുന്നത് 12 ആണ്. 12 മിനിറ്റ്, 12 മിനിറ്റിലാണ് ഈ 2 ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ സ്ലൈഡിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത്? ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇവൻറ്റ് റിപ്പീറ്റഡ്ലി ഹാപ്പൻ ആവുന്ന ഒരു വേർഡ് പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് LCM കണ്ടുപിടിക്കണം. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? വേർഡ് പ്രോബ്ലംസ് HCF. HCFൻ്റെ വേർഡ് പ്രോബ്ലത്തിന് എന്താണ് പ്രത്യേകത? എങ്ങനെ HCFൻ്റെ വേർഡ് പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ബോൾഡായി കൊടുത്തുള്ള കാര്യം നോക്കാം. യൂസ് HCF വെൻ യു വാണ്ട് ടു ഡിവൈഡ് ഓർ ഷെയർ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമ്മൾ എപ്പോഴാണ് HCF ഉപയോഗിക്കേണ്ടത്? യൂസ് HCF വെൻ യു വാണ്ട് ടു ഡിവൈഡ് ഓർ ഷെയർ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു കേക്ക് 10 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കേക്കുകൾ തന്നിട്ടുണ്ട് അതിന് 20 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് ഡിവൈഡ് ഓർ ഷെയർ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? HCF ആണെന്ന് മനസ്സിലാക്കിയിട്ട് HCF കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 ropes ഓഫ് ലെങ്ത് 60, 84, 96 സെൻറ്റിമീറ്റർ കട്ട് ഇൻറ്റു ഈക്വൽ പീസസ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 റോപ്പുകൾ തന്നിട്ടുണ്ട്, 3ൻ്റെയും ലെങ്ത്തും തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? നമുക്ക് നോക്കാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? HCF ആണ്. HCF എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ഒരു വേർഡ് പ്രോബ്ലത്തിൽ ഡിവൈഡ് ഓർ ഷെയർ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ HCF കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ HCF കണ്ടുപിടിച്ച് നോക്കാം. HCF കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? നമ്പറിനെല്ലാം അതിൻ്റെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ 60നെ നമുക്ക് എഴുതാം. 60ന് എങ്ങനെ നമുക്ക് പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാം? ആദ്യം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണല്ലോ. അപ്പോൾ 2നെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. 30നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും. 15നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഏതാണ് വരിക? 3 അല്ലേ. 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5നെ 5നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 60നെ നമ്മൾ എങ്ങനെ എഴുതും? 2 × 2 × 3 × 5 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. അടുത്തത് 84ആണ്. 84നെ നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 84 ഡിവൈഡഡ് ബൈ 2നെ കൊണ്ട് ചെയ്യാം. അപ്പം 42 അല്ലേ കിട്ടുക. ഓക്കെ. 42നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21. 21നെ നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7. 7നെ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. അപ്പം 84നെ നമുക്ക് എങ്ങനെ എഴുതാം? 84നെ 2 × 2 × 3 × 7 എന്ന് പറഞ്ഞ് എഴുതാം. അടുത്തത് 96. 96നെ നമ്മൾ എങ്ങനെ ചെയ്യും? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 48 കിട്ടി. പിന്നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 കിട്ടി. 24നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടി.
12ന് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 6 കിട്ടി. 6ന് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി. 3ന് നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. അപ്പം എങ്ങനെ എഴുതാം? 96ന് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 5 വട്ടം 2 വരുന്നില്ലേ? ഓക്കെ. അപ്പം അടുത്തത് നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF ആണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഇവിടെ ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ HCF ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. HCF എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ആയിട്ടുള്ള ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഇവിടെ കോമൺ ആയിട്ട് ആരാ വരുന്നതെന്ന്. 2 ഇൻറ്റു 2 കോമൺ അല്ല എല്ലാത്തിലും. ഓക്കെ. പിന്നെ 3ഉം കോമണാണ്. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. അപ്പം 4 ഇൻറ്റു എത്ര വരിക? 3. 3 4 12 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഓരോ റോപ്പിൻ്റെയും ലെങ്ത് വരുന്നത്. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ HCF ഓഫ് 2 നമ്പേഴ്സ് ഹൂസ് LCM ഈസ്. നമുക്കിവിടെ LCM തന്നിട്ടുണ്ട്. HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM എത്രയാണോ വന്നിട്ടുള്ളത്? 45 ആണ് വന്നിട്ടുള്ളത്. ദ പ്രൊഡക്റ്റ് ഓഫ് ദോസ് 2 നമ്പേഴ്സ്, അതായത് 2 നമ്പർ ഉണ്ട്, N1 ഇൻറ്റു N2. അതവർ തന്നു. 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 675 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. അതെത്രയാണ് വരുന്നത്? 675. അതായത് LCMും HCFും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? അവരുടെ 2 നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷന് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്കിവിടെ HCF കണ്ടുപിടിച്ചൂടെ? HCF അവിടെ തന്നെ നിർത്തി. പിന്നെ 675 ആണ് അവരെ പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ LCM എത്രയാണ്? 45 ആണ് വരുന്നത്. അപ്പോൾ 675 ഡിവൈഡഡ് ബൈ 45 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും 675 ഡിവൈഡഡ് ബൈ 45. ഒരു വട്ടം പോവും 45. 2 5 225ൽ 45 എത്ര വട്ടം പോവും? 5 വട്ടം പോവും. 225. അപ്പോൾ ഇവിടെ HCF എത്രയാണ് വരുന്നത്? HCF 15 ആണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നോക്കി നോക്ക്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ. അത് പഠിച്ചു വെക്കണം കേട്ടോ. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ആ ഫോർമുല മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പിന്നെന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടണം. എങ്ങനെയാണ് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് ശീലമാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് 15ന് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.